ഓ ഇന്നാണെങ്കിൽ എഴുന്നേറ്റപ്പ തന്നെ അമ്മ പറഞ്ഞ് പോയി സവോള അരിഞ്ഞു വെക്കാൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോയി സവോള അരിഞ്ഞു വെച്ചു. എന്നത്തിനാണെന്നറിയാവോ? കടലക്കറി ഉണ്ടാക്കാൻ. ഇന്ന് രാവിലെ നല്ല ദോശയും കടലക്കറിയുമായിരുന്നു കേട്ടോ. എനിക്ക് ദോശയും കടലക്കറിയും ഇഷ്ടമാണ്. ദോശയും ഗ്രീൻ പീസും എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നാണെങ്കിൽ ദോശയും കടലക്കറിയും എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെളിയിൽ പോയിരുന്ന് മഴയൊക്കെ നോക്കിയിരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് റംബൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്തൊന്ന് കഴിച്ച്. അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മുക്കൂട്ടുതറ വരെ പോയി. മുക്കൂട്ടുതറ വരെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോറെടുത്ത് കഴിച്ച്. നല്ല ചൂടൻ വറുത്തതും പിന്നെ ക്യാബേജ് തോരനും ചക്കക്കുരു മാങ്ങാക്കറിയുമായിരുന്നേ. അത് കൂട്ടി നല്ലപോലെ ചോറെടുത്ത് കഴിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡച്ചിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നേ. 4 മണിയാകുമ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വരുവേ. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാനിരുന്ന് കളിച്ചു. പിന്നെ ഇന്ന് വൈകിട്ട് കഴിക്കാൻ നല്ല കപ്പയും ചിക്കൻ കറിയായിരുന്നേ. അമ്പിളിയമ്മ ഉണ്ടാക്കിയതാണ് കപ്പയും ചിക്കൻ കറിയും. അത് കഴിഞ്ഞപ്പോഴത്തേനും ഡച്ചിക്കുട്ടൻ വെളിയിരുന്ന് പഠിക്കായിരുന്നു. അപ്പോൾ ഡച്ചിക്കുട്ടനോട് ഞാൻ ചോദിച്ചു, ഡച്ചിക്കുട്ടൻ എന്നെ നോക്കിയും ചിരിക്കാനായിട്ട്. അപ്പോഴത്തേനും 32 പേരും കണ്ട് ഡച്ചിക്കുട്ടൻ ചിരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഡച്ചിക്കുട്ടൻ ട്യൂഷന് പോയായിരുന്നു. ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ രാത്രി പോയതാണ്. എനിക്ക് ആ വീട്ടിൽ കയറാൻ പേടിയായിരുന്നു. എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഡച്ചിക്കുട്ടനെ വിളിച്ചപ്പോൾ ഡച്ചിക്കുട്ടൻ ഇറങ്ങി വന്നു. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് അത്രയൊക്കെ ഉള്ളായിരുന്നു.